ഹായ് സുഹൃത്തുക്കളെ, ആരിസാട്ടോ, ആരിസ് വൈദ്യരാണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് കണ്ടോളി കേട്ടോ. കുറച്ച് പാഷൻ ഫ്രൂട്ടേ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ കുറച്ച് പറിച്ചെടുത്തൊക്കെ ഉള്ള പരിപാടി. കരിമീ ഭാഗത്ത് കുറച്ച് കുറവായതുകൊണ്ട് ഒക്കെ പച്ചയാണ്, ഒക്കെ പച്ച. കുറേ പറിച്ചിട്ട് അവിടെ കുറേ ചാടി കിടക്കുന്നുണ്ട്. ഇത് വെച്ചാലോ ചവിട്ടിത്താവോ? ചോന കളനാട്ടം. ഇത് വളമിടണ്ട, വെള്ളം ഒഴിക്കണ്ട, ഒരു ചിലവും ഇല്ലാത്തൊരു കൃഷിയാട്ടത്. ഇത് കൊടുമ്പുള്ളിൻ്റെ മഴയാണ്, അത് ഫുള്ള് വള്ളിയാണ്. ഇത് കൊയിഞ്ഞാടുമ്പോൾ എടുത്തൊക്കെയാണ്, പറിച്ചാൽ കിട്ടില്ല, ഉയരം കൂടുതലായതുകൊണ്ട്. ഇതും ചോന്ന സാധനം തന്നെ, നല്ല മധുരമായിരിക്കും. ഇതൊക്കെ ഇനി നമുക്ക് മുറിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്തേക്കണം. ഇങ്ങനത്തെ ഒരു പാത്രത്തിലാക്കിയിട്ടേ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് 2-3 സ്പൂണ് ഗ്ലാസ്സിലാക്കി കുറച്ച് പഞ്ചസാര വെച്ച് കുടിച്ചാൽ നല്ല ഉന്മേഷം കിട്ടും. എനർജി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ തൈ കിട്ടുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിലൊക്കെ. എല്ലാവരും ഇത് വാങ്ങി നട്ട് എന്ത് മരമാണെങ്കിലും അതിമക്കൂടെ കയറി പോയിക്കോളും. പിന്നെ പറിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, കുരങ്ങൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് പൊറുക്കിയെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. കണ്ടോ, പീടികയിൽ 130 രൂപയെങ്കിലും ഉണ്ടാവും കിലോന്. ഇത് രക്തത്തിൽ കൗണ്ട് കുറഞ്ഞാൽ അത് കൂടാനും, അതേമാതിരി തന്നെ ഡെങ്കിപ്പനി സംഭവത്തിനൊക്കെ കൗണ്ട് കുറയുന്ന പ്രശ്നം വരും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ കുറേ ഉണ്ടെങ്കിൽ വെറുതെ നാശമായി കളയണ്ട, അതേമാതിരി എടുത്ത് വെച്ചാൽ നല്ലതാണ്. കുറേയൊക്കെ അയൽവാസികൾക്കും മറ്റൊക്കെ കൊടുക്കും ചെയ്യാം, നമ്മൾ കുടുംബക്കാർക്കൊക്കെ വരുമ്പോൾ കൊടുക്കാം. ഇതിൻ്റെ വെള്ളം കുടിച്ചാൽ ഔഷധ ഗുണം ഏറെയാണ് ഇതിന്. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്തൊരു സാധനം നമ്മൾ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരി നമുക്ക് അപ്പോൾ ഉപകാരം ഉണ്ടാവില്ല. ഇന്ന രീതിയിലേക്ക് നമ്മളാക്കി വെച്ചാൽ, ഇത് ഗ്ലാസിൻ്റെ ജാറാട്ടോ, ആക്കി വെച്ചാൽ കണ്ടോളൂ. അപ്പോൾ ഈ സാധനം ഇപ്പോൾ വീടുമ്പോൾ കൂടെ ഒക്കെ ഒന്നായിട്ട് അധികം പടുത്തി കഴിഞ്ഞാൽ പാമ്പ് വരുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രാഷൻ ബൂട്ട് പറഞ്ഞാൽ വീടിൻ്റെ എയർ ഹോൾസ് കൂടെ ഒക്കെ പാമ്പ് ഇട്ട് കയറും അകത്തേക്ക്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഗ്ലാസിൻ്റെ ജഗ്ഗാട്ടോ, ജാറ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിലെടുത്ത് വെച്ചാൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങളും വരുന്നില്ല. ഇതിനി ഫ്രിഡ്ജിലോടെ എടുത്ത് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് അവിടെ വന്നോളും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.